നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. ഞാനൊരു 2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബോണൊന്നും ലെസ് ചെയ്തിട്ടില്ല, ബോണോട് കൂടിയുള്ള ഇറച്ചിയാണ്. ബോൺലെസ്സാണ് ശരിക്കും ഈ ചിക്കൻ പൊക്കോടയ്ക്ക് നല്ലത്. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബോണൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഓക്കെ, 2 കിലോ ബോണോട് കൂടിയുള്ള ചിക്കനാണത്. നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതിനെ. ഇനി കുറച്ച് കച്ചറയൊക്കെ ഉണ്ട് ഇതിലെ, അതൊക്കെ ഒന്ന് മാറ്റിയ കൊഴുപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ നല്ല വൃത്തിയായിരിക്കും. കൊഴുപ്പൊക്കെ മാറ്റി വേറൊരു പാത്രത്തിൽ മാറ്റിയാൽ പെട്ടെന്ന് പരിപാടി തീരും. ഇതൊരുപാട് വലിയ പീസാകാനും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു മീഡിയം സൈസ്. നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മളിപ്പോൾ നേരെ വൃത്തിയാക്കിയ ഒരു പാത്രത്തിൽ മാറ്റണം. നമ്മൾ ചിക്കനൊക്കെ ഒരു 3-4 തവണ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. നമുക്ക് വെള്ളം മടിയാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മസാലകളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ചിക്കനിൽ ഇത് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. മസാലയൊന്നുമല്ല, ഒരു ചെറിയ പൊക്കവടൻ്റെ ഒരു സംഭവമാണ് നമ്മളിതിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റാണത്. കുറച്ച് അധികം തന്നെ ഉണ്ടാവും, കാരണം ചിക്കൻ ആയതുകൊണ്ടേ. അതുപോലെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണത്. നല്ല കളറും കിട്ടും, അത്രയ്ക്ക് എരിവും ഉണ്ടാവില്ല. അതാണ് കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടാൽ മതി. ഇനി കുറച്ച് ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ ഇട്ട്. ഉപ്പ് നമുക്ക് പാകത്തിനിട്ട് കൊടുക്കാം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇങ്ങനെ കയ്യിലൊക്കെ ആക്കി പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു നമ്മുടെ കയ്യിൽ നിൽക്കും. ഒരു നാരങ്ങ ഫുള്ളായി പോയിട്ടുണ്ട്, കാരണം നാരങ്ങ മതിയായില്ല, പുളിപ്പ് മതിയായില്ല. ഇനി നമുക്കിതിനൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് അതിനകത്ത്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇടണം. ഓക്കെ, മതിയാവും. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കുള്ളത്. ഓക്കെ, മതിയാവും. ഓക്കെ, ഇനി ഒരു മുട്ട ഒരു 2-3 ഉടച്ച് ഒഴിക്കാം. ഒരു 4 മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ലൂസായി കിട്ടുള്ളൂ. നാലിന് ഒഴിച്ച് നോക്കാം. ഇനി മുട്ട വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, മുട്ടൻ്റെ ആവശ്യം വരും തോന്നിയില്ല. കറക്റ്റ് ഒരു മിക്സിങ് ആയിട്ടുണ്ട് ഇപ്പോൾ. ഇതിൽ കോൺഫ്ലവറിന് പകരം കടലമാവൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മൾ കടലമാവിലെ ചേർത്ത് കോൺഫ്ലവറിൻ്റെ മാവിനൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലവർ മാവ് തന്നെ ചേർത്തത്. ഓക്കെ, ഇനി 1-2 സാധനങ്ങൾ ചേർത്താനുണ്ട് ഇതിൽ. ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്താണത്. ഓക്കെ, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കട്ട് ചെയ്താണത്. അതിൽ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് പച്ചമുളക് വെന്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മയം കിട്ടും ഇതിന്. ഇനി നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റിലിരിക്കണം. ഉപ്പുണ്ടാ നോക്കണം. ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പ് നോക്കിയാൽ കറക്റ്റാണ്. ഓക്കെ, നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. നമുക്കിതിൻ്റെ അടുപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്തെടുത്താണ് ഇവിടെ അടുപ്പ്. ഓക്കെ,
ഓക്കെ, നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് വിടാം. കുറച്ച് വിറകൊക്കെ വെച്ച് അടുപ്പൊന്ന് കത്തിച്ചെടുത്താൽ പടപടയെ നമുക്ക് പണി തീർക്കാം. ഓക്കെ, ഇത്തിരി വലിയ വിറകാണ്, അതാണ് പ്രശ്നം. ഓക്കെ, അടുപ്പൊന്ന് കത്തിച്ച് വിടാം. കർപ്പൂരമാണ് ഇപ്പോൾ നമ്മൾ ഇട്ടത്. കർപ്പൂരം ഇട്ട വിറക് പെട്ടെന്ന് പിടിക്കും, അതിനാണ് കർപ്പൂരം ഇടുന്നത്. ഓക്കെ, കത്തട്ടെ. ഇപ്പോൾ നമ്മൾ തീ നന്നായി കത്താൻ തുടങ്ങിയിട്ട് ഉരുളിയാണ് വെച്ചോളൂ. ഉരുളി ചെറുതാണ് നമ്മുടെ അടുത്തുള്ളത്, മതി, അത്ര ചിക്കൻ ഉള്ളൂ. ഓക്കെ, ഉരുളി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1 ലിറ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്ര ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നത്, അപ്പോഴേ കാണാനൊരു ഭംഗിയുണ്ടാവും, അതാണ്. നമ്മൾ എണ്ണ ചൂടായ നോക്കാം ആദ്യം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ വേവിച്ചെടുക്കുന്നതാണ്, കാരണം ചിക്കൻ മുഴുവൻ ഉള്ളും വേകണം. ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഇടുമ്പോൾ കൈ തെറിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് ഇട്ടതും അപ്പം തന്നെ കരണ്ടിട്ട് ഇളക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ താനെ വിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, തീ അല്പം കുറച്ച് വെക്കണം, എന്നിട്ട് പതുക്കെ വേവിച്ചെടുക്കാൻ പാടുള്ളൂ. വേണ്ട, ഒന്ന് ഇതായി കഴിഞ്ഞാൽ വിട്ട് വരുന്നത്. ഇട്ട ഉടനെ തന്നെ ഇളക്കി കഴിഞ്ഞാൽ വിടില്ല, അതങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം. അപ്പോൾ തീ കുറച്ച് വെച്ച് പതുക്കെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ മുളകൊക്കെ ഇട്ടുമ്പോൾ നമ്മൾ ഇതുണ്ടോ, മുളകൊക്കെ വന്ന് വരട്ടെ. അതൊക്കെ ടേസ്റ്റാണ്, നല്ല രസമായിരിക്കും കഴിക്കാൻ. വേട്ടെ ഇതും കൂടെ വേട്ടെ. ഓക്കെ, നമ്മുടെ പക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടിപൊളി സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. റെഡി. നമുക്കിനി കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. കുറേശ്ശായിട്ട് മുന്നേ വറുത്തെടുത്ത് പോലെ വറുത്തെടുക്കാം. തീ ഒരുപാട് ഫാസ്റ്റ് കത്തരുത്, പ്രശ്നമാണ്, കരി. പിന്നെ അതുപോലെ തന്നെ ഉള്ളു വേകുമില്ല. നമ്മുടെ ചട്ടി ചെറുതായതുകൊണ്ട് കുറേശ്ശേ നമുക്ക് പതുക്കെ വറുത്തെടുക്കാൻ പറ്റുള്ളൂ, സമയമെടുക്കും. ഓക്കെ, നമ്മുടെ മുഴുവൻ പൊക്കോടെ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിൽ മാറ്റാം. ഓക്കെ, ചെറിയൊരു പണിയും കൂടെ നമുക്ക് ബാക്കിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് മാറി വെക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി, ഒന്ന് മൊരിച്ചെടുക്കുക അതിനെ. ഓക്കെ, ഇതിന് മുകളിലിങ്ങനെ മാത്രം നല്ല ചന്തം കാണാം. ഓക്കെ, ഇനി കുറച്ച് പച്ചമുളക് നമുക്ക് വറുത്തെടുക്കാം. അതിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, റെഡി. നമുക്കിതിനെ ഒരു തട്ടിലേക്ക് മാറ്റാം. അത് മൊത്തം ഒരു നമുക്ക് കഴിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അടിപൊളി ക്രിസ്പിയായിട്ട് നമ്മൾ പൊക്കോട മുളകൊക്കെ അവിടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒന്ന് ഓരോന്ന് കടിക്കാൻ നല്ല സുഖമായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു ഉള്ളിയും കൂടെ വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റായി കഴിക്കാൻ.
ചെറുനാരങ്ങ പീസ് ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിക്കുന്നവർക്ക് പിഴിഞ്ഞ് കഴിക്കാം. ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊക്കോട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാനാണ് നമ്മുടെ പണി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ പൊക്കോട വീട്ടിലുണ്ടാക്കുക എന്നുള്ളത്. വലിയ പണിയൊന്നുമില്ലത്. ഇത് കടകളിലൊക്കെ പോയി ഭയങ്കര വിലയാണ് ഇതിന് വാങ്ങിക്കാൻ. നമുക്ക് നിസ്സാര ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിതുപോലെ ചിക്കൻ പൊക്കോട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കി പറയുന്നത് ശരിയായില്ല. നമ്മൾ 1-2 സുഹൃത്തുക്കളെ അവരും വിളിക്കാം. സൈത്തവാ, ലക്ഷ്മണ, കമോൺ, നോക്ക്. കൃപേഷവാ, കമോൺ ഇന്ത്യ വാ. നമ്മുടെ കമോൺ ഇന്ത്യ ഇവിടെ ഉണ്ട്. ആളെ കുറച്ച് ട്രിപ്പിലായിരുന്നു, ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. എടുത്ത് കഴിച്ചിട്ടേ എങ്ങനെയുണ്ട് പറയും. ഞാൻ കുറച്ചൊന്ന് ചാരങ്ങയൊക്കെ പിഴിഞ്ഞു കേട്ടാ, നല്ല ടേസ്റ്റാണ്. കഴിക്ക്, നീ കഴിക്ക്, ഞാൻ പിഴിയാം സംഗതി. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പീസ് ഞാനും കഴിച്ചു നോട്ടാ, ചെറിയ പീസ് മതി. അങ്ങനെയുണ്ട് സൂപ്പറല്ല. നമ്മൾ കുട്ടികളെ വിളിക്കാം. വാ, വരും കുട്ടികളെ, ചെറിയ കുട്ടികളല്ലേ, അതിനെ വിളിക്കാം. കഴിച്ചിട്ട് ബാ, ഇത് എത്തിയപ്പാ, എടുത്തോ, കഴിച്ചു നോക്കട്ടാ. അങ്ങനെയുണ്ട് പറയണം സംഭവം. കഴിച്ചിട്ടേ അങ്ങനെയുണ്ട്, സൂപ്പറായിട്ടാ. അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ നിസ്സാര സമയം കൊണ്ടും വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഇത്. ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണമെന്ന് മാത്രം, ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് പടപടനാവും. നമ്മൾ സാധാരണ പൊക്കോട ഉണ്ടാക്കും പോലെ തന്നെയാണ്. അപ്പോൾ ഒക്കെ അതിൻ്റെ ചെറിയ ഇൻഗ്രീഡിയൻസ് കുറച്ച് നമുക്ക് ഉണ്ടാക്കാനുള്ള വീട്ടിലുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ റെസിപ്പി നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് timesofkerala.in എന്നാണ്. നമ്മുടെ വെബ്സൈറ്റ് തീർച്ചയായും സന്ദർശിക്കുക. സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഒരളവ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ. അപ്പോൾ കഴിഞ്ഞു, ബൈ.